എല്ലാവർക്കും ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം കൈത്തൊഴിലും വ്യവസായവും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എന്താണ് കൈത്തൊഴിൽ എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ കലാപരമായ കഴിവും അനുഭവവും ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് കൈത്തൊഴിലുകൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കലാപരമായ കഴിവും അനുഭവവും ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൈത്തൊഴിലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഉൽപ്പന്നത്തിനും ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേകതയും ഉണ്ടായിരിക്കും. ഭൂമിദാനത്തിൻ്റെ ഫലമായി ധാരാളം മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കൃഷിയുടെ വ്യാപനം എന്ന് പറയുന്നത്. ഈ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിവിധതരം കൈത്തൊഴിലുകളെ ജനങ്ങളെ ജീവിതമാർഗമായി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. വിവിധതരം കൈത്തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, മുത്ത് നിർമ്മാണം, ചില്ലുകൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണം, വസ്ത്രനിർമ്മാണം, ശില്പനിർമ്മാണം അഥവാ ശില്പവിദ്യ തുടങ്ങിയാണ് പ്രധാനപ്പെട്ട കൈത്തൊഴിലുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ് ശ്രേണി എന്ന് പറഞ്ഞാൽ? ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ശ്രേണി എന്ന് പറയുന്നത്. ഉദാഹരണമായി കുശവന്മാരുടെ ശ്രേണി, നെയ്ത്തുകാരുടെ ശ്രേണി, സ്വർണ്ണപ്പണിക്കാരുടെ ശ്രേണി തുടങ്ങിയവ. ശ്രേണികൾ അഥവാ ഗിൽഡുകൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് വ്യാപാരം എന്ന് പറഞ്ഞാൽ? വ്യാപാരം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് വ്യാപാരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഒരു വ്യാപാരമാണ്. വ്യാപാരം രണ്ട് തരത്തിലുണ്ട്: ആഭ്യന്തര വ്യാപാരവും വിദേശ വ്യാപാരവും. ആഭ്യന്തര വ്യാപാരം എന്നത് രാജ്യത്തിനുള്ളിൽ നടക്കുന്ന വ്യാപാരമാണ്. വിദേശ വ്യാപാരമാണെങ്കിൽ മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗുപ്തകാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഗുപ്തകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളായിരുന്നു വ്യാപാരത്തിൻ്റെ മുഖ്യ ഇനങ്ങളായിരുന്നത്. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തു എന്ന് പറയുന്നത് വസ്ത്രമായിരുന്നു. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് മസ്ലിൻ, കാലിഗോ, ലിനൻ എന്നിവ വൻതോതിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാരം കൂടി ഉണ്ടായിരുന്നു. ഏതു പ്രദേശങ്ങളുമായിട്ടായിരുന്നു? പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളിലായിരുന്നു എന്തുണ്ടായിട്ടുണ്ടായിരുന്നത്? വ്യാപാര ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിനു വേണ്ടി പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നിരുന്നു. കൂടാതെ മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി. ഗുപ്തകാലഘട്ടത്തിലെ നാണയങ്ങളുടെ ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്ന വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ നഗരത്താർ എന്ന് പറയുന്നത് ആരാണ്? നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരെയാണ് നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത്. ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ വർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു ഇക്കൂട്ടർ. ഇനി വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര തുടങ്ങിയതാണ് വ്യാപാര പ്രാധാന്യം ഉണ്ടായിരുന്ന പട്ടണങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭൂപടം നിരീക്ഷിച്ച് ഗുപ്തകാലത്തെ നഗരങ്ങൾ ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വൈശാലി എവിടെയായിരുന്നു? ബീഹാർ. പാടലീപുത്രം ബീഹാറിലാണ്. കനൗജ് ഉത്തർപ്രദേശ്. ശ്രാവസ്തി ഉത്തർപ്രദേശ്. കൗസംബി ഉത്തർപ്രദേശ്. ഉജ്ജയിനി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധുര ഉത്തർപ്രദേശിലാണ്. ഇനി ഗുപ്തകാലഘട്ടത്തിലെ നഗരങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സി 16 നൂറ്റാണ്ടോടെ റോമൻ സാമ്രാജ്യം തകരുകയും ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിക്കുകയുണ്ടായി. ഇത് ആഭ്യന്തര വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത് കുറഞ്ഞുവന്നു. അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. ഇത് കച്ചവടത്തിൻ്റെ തകർച്ചയ്ക്കും കൈത്തൊഴിലുകളുടെ കുറവും ഗ്രാമവൽക്കരണവും പല പ്രധാന നഗരങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമായി. കൗസാംബി, ഹസ്തിനപുരം, അഹിഛത്രം,
തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെയെല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായ ഫാഹിയാൻ്റെ വിവരണങ്ങളിൽ നിന്നും 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിൻ്റെ വിവരണങ്ങളിൽ നിന്നുമാണ് നഗരങ്ങളുടെ തകർച്ചയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ പ്രത്യേകതകളെക്കുറിച്ചും ഗുപ്ത കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നുവെന്നുമെല്ലാം ചർച്ച ചെയ്യാം.